ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ എന്തിനെ പറ്റിയെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് അവസാനം ചെയ്താൽ മതി. മാത്രമല്ല ഷെയർ ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഷെയറും ചെയ്യണം. ഓക്കെ. ഞാൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പുസ്തകം വായിക്കാറുണ്ട്. അപ്പോൾ ഓരോ പുസ്തകം വായിക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാനത് വായിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല കഥകളായിരിക്കും മിക്കപ്പോഴും. അപ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഐഡിയ വന്നത്. അപ്പോൾ ഞാൻ ഓരോ പുസ്തകം വായിക്കുമ്പോഴും നിങ്ങളോട് ആ ഒരു അനുഭവം ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് വായിച്ച പുസ്തകങ്ങളും ഒന്നുകൂടെ ഇതുപോലെ റിവ്യൂ ചെയ്യാം. ഇപ്പം റീസെൻ്റ്ലി ഓജോ ബോർഡാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാറ്റിക് ഫീലായിരുന്നു. വളരെ നല്ലൊരു അവതരണമായിരുന്നു. ഞാൻ കൂടുതലൊന്നും കഥയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വായനക്കാരിൽ ക്യൂരിയോസിറ്റി നിറച്ചത് വേഗം വായിച്ചു തീർക്കാനുള്ള ഒരു മാജിക്ക് അഖിൽ പി ധർമ്മജൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പേജ് വായിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അടുത്തത് എന്താവും എന്നുള്ള ക്യൂരിയോസിറ്റിയാണ് നമ്മൾ വേഗം ആ പുസ്തകം തന്നെ തീർക്കും. അത് വേറെ കാര്യം. അങ്ങനെ ഒരു അടിപൊളി കഥയായിരുന്നു. അഖിൽ പി ധർമ്മജനാണ് എഴുതിയിട്ടുള്ളത്. പ്രേതങ്ങളെക്കുറിച്ച് ഗവേഷണത്തിനായി കാനഡയിൽ നിന്ന് കേരളത്തിലെത്തിയ ഒരു മാധ്യമപ്രവർത്തകൻ അലക്സ് പറഞ്ഞ ഒരാൾ ഒരു വീട് വാടകയ്ക്കെടുക്കും. അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഈ കഥ പറയുന്നത്. അടിപൊളിയാണ്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു പുസ്തകത്തിൽ ടോട്ടലായിട്ട് 207 പേജാണുള്ളത്. വായിക്കാൻ വളരെ ക്യൂരിയോസിറ്റി നിറഞ്ഞതായതുകൊണ്ട് നമുക്ക് വേഗത്തിൽ വായിച്ച് തീർക്കാവുന്നതാണ്. വളരെ നല്ല കഥയാണ്. നല്ല രസമുണ്ട് വായിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ എല്ലാവരും വായിക്കണം. പിന്നെ ഈ പ്രേതകഥകളൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. പിന്നെ ഭയങ്കര ത്രില്ലിങ്ങാണ്. ഓരോ ഭയങ്കര ട്വിസ്റ്റും ത്രില്ലിങ്ങും ഒക്കെ നിറഞ്ഞതാണ് ഈ കഥ. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് അലമ്പാക്കുന്നില്ല. എനിക്കങ്ങനെ കൂടുതൽ പറയാനുള്ള കഴിവോ അതിനെപ്പറ്റിയുള്ള ധാരണയോ ഇല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം എൻ്റെ ഈ ചെറിയ റിവ്യൂ, വളരെ ചെറിയ റിവ്യൂ ആണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. പുസ്തകം വായിക്കണം. മാത്രമല്ല എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. മുഴുവനായി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി, ഷെയർ ചെയ്താൽ മതി. താങ്ക് യു. ഇനി ഞാൻ അടുത്തതായിട്ടും ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് വരുന്നത്. അതും അഖിൽ പി ധർമ്മജൻ്റെ ബുക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.